ഇല്ല ഏട്ടാ, ഞാൻ എടുത്തിട്ടില്ല. ഏട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നേ? ഞാൻ അങ്ങനെ ചെയ്യുന്ന ഏട്ടന് തോന്നുന്നുണ്ടോ? ഉണ്ട്, തോന്നുന്നുണ്ട്. ഏട്ടാ, സ്വാതി അടുത്തിയുടെ പൂജ മുടങ്ങണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് താനല്ലേ? അത് എന്റെ മനസ്സിലൊരു ആഗ്രഹം ഞാൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട്. നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയല്ലേ? സ്വാതി അടുത്തിയുടെ പൂജ നടന്ന മകൻ നക്ഷത്രത്തിലുള്ള പെൺകുഞ്ഞ് അവർക്ക് ജനിക്കുമെന്ന് പേടിച്ച് താനാണോ അത് ചെയ്തതെന്ന് എനിക്ക് സംശയമുണ്ട്. മിടിക്കാതെ എന്നിട്ടത് നന്ദിനിയുടെ മുറി കൊണ്ട് വെക്കുകയും ചെയ്തു. രാജവേട്ടാ, ഇനി ഒരു അക്ഷരം പറഞ്ഞ കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. ആദ്യം ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്ക്. ഞാനല്ല രാജീവേട്ട ആ വിഗ്രഹം എടുത്ത് നശിപ്പിച്ചത്. എന്റെ കണക്കൂട്ടല് ശരിയാണെങ്കിൽ സ്വാതിയായിരിക്കും അത് ചെയ്തത്. അതെന്തിന്? സ്വന്തം പൂജാ വിഗ്രഹം അവരിങ്ങനെ ഉടച്ചു കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് സ്വാതി മനഃപൂർവ്വം ആ വിഗ്രഹം തല്ലി പൊട്ടിച്ചതാ. അല്ല ഗൗരി, അവർക്കതുകൊണ്ട് എന്താ നേട്ടം? നേട്ടം കാണും. സ്വാതിയുടെ പൂജ മുടങ്ങിയാലേ അതിവിടെ വലിയ പ്രശ്നമായി മാറൂന്നേ അവൾക്ക് നല്ലതുപോലെ അറിയാം. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ എന്റെയും നന്ദിനിയുടെയും പൂജയും കൂടെ മുടങ്ങിയാലോ? രഹസ്യമായി ക്ഷേത്രത്തിൽ പോയി അവൾക്ക് മാത്രം പൂജ ചെയ്യാമെന്ന് വിചാരിച്ച അവൾ അങ്ങനെ ചെയ്തെങ്കിലോ? എന്താ, അങ്ങനെ ആയിക്കൂടെ സത്യം? ആ പറഞ്ഞതിന് സാധ്യതയില്ലാതില്ല. അതാ ഞാൻ പറഞ്ഞത്. അവള് വലിയ തന്ത്രശാലിയാ. അവളുടെ കുഞ്ഞു മാത്രമേ ഈ വീട്ടിൽ ജനിക്കാവൂന്ന് അവളങ്ങ് തീരുമാനിച്ചു കാണും. എന്തായാലും സംഗതി വളരെ മോശമായി പോയി. അതോ ഇനി ഇവിടെ വല്ല കള്ളന്മാരും കേറിയതാണോ? കള്ളന്മാരല്ല, ഒരു പെരുങ്കള്ളി. സ്വാതി എന്ന പെരുങ്കള്ളി. അവള് തന്നെയാ രാജുവേട്ട ഇതിന്റെ പിന്നില്. ഒരു മിന്നായം പോലെ ആരോ പോകുന്ന ഞാൻ കണ്ടല്ലോ. നിങ്ങൾ അവിടെ എല്ലായിടത്തും നോക്കി നോക്കടാ, വേഗം പോയി നോക്കടാ. അവളിത് എവിടെ പോയി? അവിടെയൊന്നും ആരുമില്ല. എവിടെ പോകാനാ? അവൾ ഈ വഴി തന്നെ കാണും. നിങ്ങൾ വണ്ടി കയറി, അവളെ നമുക്ക് തപ്പിയെടുക്കാം. കേരള
ചേച്ചി ദേ ഈ ഫോട്ടോ കാണുന്ന കുട്ടി എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. ഒന്നിവിടെ നിർത്തി, ഒരാള് വരുന്നു ചോദിക്കാം. അതെ ചേട്ടാ, ഈ ഫോട്ടോ കാണുന്ന ആളിനെ ഇവിടെ എങ്ങാനും കണ്ടായിരുന്നോ? ഒരു കാര്യം ചെയ്യാം, എന്റെ ഫോൺ നമ്പർ തരാം, നോട്ട് ചെയ്ത് വെക്കോ. ഈ ഭാഗത്ത് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് വിളിച്ചു പറയോ? നോട്ട് ചെയ്തോ. എന്തെങ്കിലും വിവരം കിട്ടിയാ പറയണേ ചേട്ടാ. ഉറപ്പായിട്ടും പറയാം. ശരി ശരി. നോക്കിയേ, വേഗം വന്നേ. പിടിക്ക. ഏയ്, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? വണ്ടി എടുത്തോ. നിങ്ങളൊക്കെ ആരാ? ഹലോ, നിക്ക്. ഹലോ, ഹലോ. ഹലോ കൊച്ചേ, ഇത് കോട്ടൂരിന്ന് ബാലനാ. കോട്ടൂരിന്ന് ബാലനോ? അതെ, എസ്റ്റേറ്റ് വഴിയിൽ വെച്ച് ഒരു പെങ്കൊച്ചിനെ കണ്ടോന്ന് എന്നോട് ചോദിച്ചില്ലേ? കൊച്ചിന്റെ നമ്പർ എനിക്ക് തന്നായിരുന്നു. ഇപ്പൊ ഓർമ്മ വന്നു. പറ ചേട്ടാ, എന്താ വിളിച്ചേ? കൊച്ചെന്നോട് കാര്യം തിരക്കിയിട്ട് വണ്ടി കയറി പോയോടനെ വഴിവക്കിലൊരു പെങ്കൊച്ച് ബോധം കെട്ട് കിടക്കണം ഞാൻ കണ്ടു. എന്നിട്ട് ദൂരക്കാഴ്ചയില് കൊച്ചു മൊബൈൽ കാണിച്ച ആ പെണ്ണാണെന്ന് എനിക്ക് തോന്നിയേ. അതെയോ? ചേട്ടൻ അവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. എന്റെ കൊച്ചെ, ഞാൻ മുഴുവനൊന്ന് പറയട്ടെ. ആ കുട്ടിയെ കാറിൽ വന്ന ഒരു കൂട്ടർ എടുത്തോണ്ട് പോയി. തട്ടിക്കൊണ്ടു പോയതാണെന്നാ എനിക്ക് തോന്നുന്നത്. തട്ടിക്കൊണ്ടു പോയെന്നോ? കാറിൽ വന്ന കൂട്ടരോ? ആരാ അവര്? എനിക്കറിയാവുന്നവരാരുമല്ല. അവരൊന്ന് കാറ് നിർത്തി ചാടി ഇറങ്ങി പെങ്കൊച്ചിനെ തൂക്കി കാറ് കയറ്റി പാഞ്ഞു പോയി. കാറിന്റെ നമ്പർ വല്ലതും ഓർമ്മയുണ്ടോ? അത് വെപ്രാളത്തിൽ ഞാനത് വിട്ടുപോയി കൊച്ചേ. എന്താ ഉണ്ടായത്? സ്വാതി എന്താ വിളിച്ച് പറഞ്ഞത്? ആരായിരിക്കും അച്ഛാ നമ്മുടെ നന്ദിനെ തട്ടിക്കൊണ്ടുപോയത്? ആർക്കറിയാം. വഴിയിൽ ഈ കാഴ്ച കണ്ടു നിന്ന് ആരോ പറഞ്ഞെന്നാ സ്വാതി എന്നോട് പറഞ്ഞത്. അയ്യോ കൊള്ള, ഇപ്പൊ എല്ലാം സമ്പൂർണമായി. ഒക്കെ പകല് പോലെ വ്യക്തമായില്ലേ? നേരത്തെ ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോ എല്ലാരും കൂടെ എന്നെ കൊല്ലാൻ വന്നു. എന്നിട്ട് ഇപ്പോഴോ വഴി ബോധം കെട്ട് കിടന്ന അവളെ ആരോ കാറി കയറ്റി കൊണ്ടുപോയി പോലും. കേട്ടാ തന്നെ അറിഞ്ഞൂടെ ഇത് അവള് പടച്ചുണ്ടാക്കിയ കള്ളക്കഥയാണെന്ന്?
നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? സ്വാതി എന്തിനാ കള്ളം പറയുന്നത്? കഷ്ടം. സ്വന്തം ഭാര്യയുടെ ഉള്ളിലിരിപ്പും കള്ളത്തരവും നീൽ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. നന്ദിനി ഈ വീട്ടിൽ നിന്ന് ഒഴിവായി പോവാൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആരാ? ദേ, മനസ്സിലായില്ലേ? സ്വാതി തന്നെയാ. ഇത്രയ്ക്ക് ക്രൂരമായിട്ട് ചിന്തിക്കാൻ നിന്നെ പോലെ മനസാക്ഷി ഇല്ലാത്തവളല്ല സ്വാതി. ഓ, എങ്ങനെയെങ്കിലും അവൾ നന്ദിനിയും കൂടെ തിരിച്ചു വരൂ, എനിക്കത് ഉറപ്പുണ്ട്. വരും, കാത്തിരുന്നോ. പക്ഷെ വരുന്നതേ ആംബുലൻസിൽ അവളുടെ ശവവും കൊണ്ടായിരിക്കും. ഛെ. അച്ഛാ, നന്ദിനിക്ക് എന്തെങ്കിലും പറ്റിയ അത് ഈ വീടിന്റെ അടിത്തറ തന്നെ ഇളക്കും. അവളെ തട്ടിക്കൊണ്ടു പോയവര് അവളെ അപകടപ്പെടുത്തുമെന്ന എന്റെ പേടി. ഇല്ല, അവൾക്കൊന്നും സംഭവിക്കില്ല. നീ ധൈര്യമായിട്ടിരിക്കും. അവൾക്കൊന്നും സംഭവിക്കില്ല. എല്ലാരോടും നമുക്ക് സമാധാനം പറയാം. പക്ഷേ ഗിരിയോട് നമ്മൾ എന്തു പറയും? സത്യം അവനറിയാലോ മോനെ. ഞാൻ അവനെ വിളിച്ചെല്ലാം പറഞ്ഞതല്ലേ. പിണങ്ങി വാശിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയവള് തന്നെ തന്നെ തിരിച്ചു വരട്ടെ എന്നാ അവൻ പറഞ്ഞത്. ഒരു വാശിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വരും. പക്ഷേ അവളെ കാണാതായത് സത്യമാണെന്ന് അറിയുമ്പോ ഗിരിക്കത് സഹിക്കാൻ പറ്റുമോ? എത്രയൊക്കെ ആയാലും അവൾ അവന്റെ ഭാര്യയല്ലേ. അത് മാത്രമല്ല, നാളെ പോലീസും കേസും ഒക്കെ ആവുന്ന ഒരു സാഹചര്യം വന്ന ചിലപ്പോ അവൻ നമ്മളെ കുറ്റപ്പെടുത്തിയാലോ? അച്ഛാ, എന്തായാലും അച്ഛൻ ഒന്നുകൂടെ അവനെ വിളിക്കുക. വേണ്ട, തൽക്കാലം അവൻ ഈ വിവരം അറിയണ്ട. നമുക്ക് കുറച്ചുകൂടെ കാത്തിരിക്കാം. എന്തെങ്കിലും ഒരു വിവരം ഉടനെ കിട്ടും. എനിക്ക് സ്വാതിയിൽ വിശ്വാസമുണ്ട്. അവൾ നന്ദിനെ കണ്ടെത്തും. ഹലോ, നന്ദിനി. ഇത് നന്ദിനിയല്ല, എന്റെ പേര് കുര്യച്ചനെന്നാ. നിങ്ങൾക്ക് ഈ ഫോൺ എവിടുന്ന് കിട്ടി? നന്ദിനി എവിടെ? അതൊക്കെ വിശദമായിട്ട് പറയാം. വഴിയിൽ ബോധം കെട്ട് കിടന്ന ഒരു കുട്ടിയെ ഞങ്ങളിവിടെ ഐഷ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിലോ? പക്ഷേ ആ കുട്ടിക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. ആ കുട്ടിയുടെ കോൾ ലിസ്റ്റിൽ നിങ്ങളുടെ നമ്പർ ആദ്യം കിടന്നത്. അതുകൊണ്ടാണ് ഈ നമ്പറിലേക്ക് വിളിച്ചത്. നിങ്ങൾ ഈ കുട്ടിയുടെ ആരാ? ഞാൻ ഏട്ടത്തിയമ്മയാ. ഞാൻ ഇപ്പൊ തന്നെ വരാം. ദയവ് ചെയ്ത് ഞാൻ വരുന്നത് വരെ അവിടെ തന്നെ നിൽക്കണേ. അയ്യോ, അത് പറ്റില്ല. ഞങ്ങളൊരു മരണം കൂടാൻ പോകുന്ന വഴിക്കാണ് ഇത് കണ്ടത്. ഇപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകി. നിങ്ങളിങ്ങ് ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി. ഞാൻ ഈ ഫോൺ ഇവിടെ കൊടുത്തേക്കാം. ആ ശരി, ഞാൻ ഇപ്പൊ തന്നെ എത്താം. വേഗം വണ്ടി ഐഷ ഹോസ്പിറ്റലിലേക്ക് വിട. എന്താ മാഡം, നന്ദിനി മാഡം ഹോസ്പിറ്റലുണ്ടോ? അതൊക്കെ പറയാം, നീ ഒന്ന് വേഗം വിട. എന്റെ ഈശ്വര, അവക്ക് ഒരു അബദ്ധം കൂടാതെ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഒന്ന് വേഗം പോ. പേടിക്കണ്ട, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനെങ്ങനെ ഇവിടെ വന്നേ? ആരാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? അതറിയില്ല. ക്യാഷ്വാലിറ്റിയിൽ ആരോ എത്തിച്ചതാ. കുട്ടിക്കിപ്പോ ബോധം ഉണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയിട്ട് സമയം ഒരുപാടായി. ബാഗിൽ ഡ്രസ് ഉണ്ടായിരുന്നത് കാര്യമായി. ഇട്ടിരുന്ന ഡ്രസ് മുഴുവൻ അഴുക്കായിരുന്നു. കുട്ടിയുടെ പേരെന്താ? നന്ദിനി. കല്യാണം കഴിഞ്ഞല്ലേ? ഭർത്താവിന്റെ പേരെന്താ? ഗിരി. ആ, അയാൾ ആള് കൊള്ളാലോ. വേഗം ഫോൺ വിളിച്ച് അയാളോടൊന്ന് വരാൻ പറ. ദാ കുട്ടിയുടെ ഫോൺ. കുട്ടി ഇവിടെ എത്തിച്ചവർ കാഷ്വാലിറ്റിയിൽ കൊടുത്തിരുന്നത്. ദാ വിളിക്ക്. ഡോക്ടർ, ഞാൻ പിന്നീട് വിളിച്ചോളാം. അത് പറ്റില്ല. അയാൾ വന്നാലേ എനിക്ക് ഇവിടുന്ന് കുട്ടിയെ വിടാൻ പറ്റൂ. എനിക്ക് അയാളോട് ചിലത് പറയാനുണ്ട്.
സത്യത്തിൽ അയാളുടെ പേരിൽ ഒരു പോലീസ് കേസ് കൊടുക്കാ വേണ്ടത്. എന്തിനാ ഗിരിയേട്ടന്റെ പേരിൽ കേസ് കൊടുക്കുന്നത്? ഗർഭിണിയായ ഭാര്യയെ ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്ത് വിടുന്ന ഭർത്താവിനെ പിന്നെ എന്ത് ചെയ്യണം? ഡോക്ടർ 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 എന്താ പറഞ്ഞത്? അതെ, ഞങ്ങൾ ടെസ്റ്റുകളൊക്കെ നടത്തി. കുട്ടി ഗർഭിണിയാ. അതെ, താനിപ്പോ ഒറ്റയ്ക്കല്ല. തന്റെ വയറ്റിൽ ഒരു കുഞ്ഞു ജീവൻ കൂടിയുണ്ട്. ഈശ്വരാ. വിളക്കു കൊളുത്തി നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നോ അത് സത്യമാവുക തന്നെ ചെയ്യും. ദേവിയുടെ നക്ഷത്രത്തിൽ ഒരു പെൺകുഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിൽ ജനിക്കും. ഒരു തടസ്സവും കൂടാതെ വേണം പൂജ ചെയ്യാൻ. ദേവിയുടെ പൂർണ്ണ അനുഗ്രഹത്താൽ ജനിക്കുന്ന കുഞ്ഞ് ആ വീടിന്റെ ഐശ്വര്യമായി മാറും. ഇവിടുത്തെ പ്രതിഷ്ഠാ മഹോത്സവത്തിന് ആദ്യം ദീപം തെളിയിക്കേണ്ടത് ആ മാതാവായിരിക്കണം. എന്താ ചിരിക്കുന്നത്? ഡോക്ടർ, എന്റെ വയറ്റില് ആൺകുഞ്ഞാണോ അതോ പെൺകുഞ്ഞാണോ? അതെന്തൊരു മണ്ടൻ ചോദ്യമാണ് കുട്ടി. അതൊന്നും ഇപ്പൊ അറിയാൻ പറ്റില്ല. അതെ, ഇപ്പൊ ഒരു ജീവൻ മാത്രമേ ഉള്ളൂ. അത് വളരട്ടെ. പ്രസവിക്കുന്നതിന് മുമ്പ് കുഞ്ഞാണാണോ പെണ്ണാണോന്ന് നമ്മൾ എന്തിനാ അറിയുന്നേ? അതറിയാൻ ശ്രമിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്, മനസ്സിലായോ? എന്തായാലും താൻ ആദ്യം ഭർത്താവിനെ വിളിക്കേ, എന്നിട്ട് അയാളോട് ഇങ്ങോട്ട് വരാൻ പറ. എന്താ എന്തിനാ എങ്ങനെ കിടന്ന് വിളിക്കുന്നേ? എടി, മര്യാദക്ക് നേരത്തെ വീട്ടിലെത്താൻ നോക്ക്. ഗിരേട്ടാ, ഞാൻ അല്ല നന്ദിനി, എനിക്ക് ഇങ്ങനൊരു ഗുഡ് ന്യൂസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സത്യ ഗിരിയേട്ടാ, നമ്മുടെ മോള് ദേ എന്റെ വയറ്റിലുണ്ട്. മോളോ? അതെ, സിദ്ധം പറഞ്ഞില്ലേ മകൻ നക്ഷത്രത്തിൽ ജനിക്കാൻ പോകുന്ന പെൺകുഞ്ഞിനെ കുറിച്ച്. ആ കുഞ്ഞ നമുക്ക് ജനിക്കാൻ പോകുന്ന. ഗിരിയേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? സന്തോഷായില്ലേ ഗിരിയേട്ടന്? പിന്നെ സന്തോഷമില്ലെന്നോ? ഇത് നമുക്ക് ആഘോഷിക്കണം. ആ, ഗിരിയേട്ടൻ വേഗം വാ, എനിക്ക് ഗിരിയേട്ടൻ കാണണം തോന്നുന്നു. അതെ, ഞാൻ ദേ എത്തി. സത്യമാണോടാ നീ പറയുന്നേ? ഭഗവതി, നിന്റെ അനുഗ്രഹം. എടാ, നീ ഫോൺ വെച്ചോ, ഞാൻ എല്ലാവരോടും ഒന്ന് പറയട്ടെ. നീലേ, എടാ നീലേ, ഗൗരി, എല്ലാരും ഒന്ന് വന്നേ. എന്താ എനിക്ക് സന്തോഷം അങ്ങ് സഹിക്കാൻ വയ്യ. ഇത്രയ്ക്കും വലിയ സന്തോഷം? ഇതിനേക്കാൾ വലിയൊരു സന്തോഷം ഇനി ഈ വീട്ടിൽ ഉടനെ വരാൻ സാധ്യതയില്ല. നന്ദിനി ഹോസ്പിറ്റലുണ്ട്, ഗിരി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓ, അത്രേ ഉള്ളോ? ഇതിനാണോ വലിയ? അതൊന്നും അല്ലടി മോളെ. പിന്നെ നന്ദിനി ഗിരിയെ വിളിച്ചിരുന്നു. നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരു കാര്യമാണ് അവള് പറഞ്ഞത്. ഈശ്വര, നിന്നോട് എങ്ങനെയാ നന്ദി പറയും? അച്ഛൻ ഇതുവരെ കാര്യം പറഞ്ഞില്ലല്ലോ. എന്താ ഇത്ര വലിയ സന്തോഷം? എടാ, നന്ദിനി ഗർഭിണിയാന്ന്. ഗിരി ഡോക്ടറോട് സംസാരിച്ചിട്ട് എന്നെ ഇപ്പൊ വിളിച്ച് പറഞ്ഞോളൂ.